ശ്രീ രാഹുൽ ഈശ്വർ 1980-കൾ മുതൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ചിഹ്നമാണ് ശ്രീരാമൻ. അയോധ്യ വൈകാരികമായി പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയായിരുന്നു. ആ ലക്ഷ്യം നേടിയതോടുകൂടി സ്വാഭാവികമായും അത് അതിൻ്റെ പീക്കിലെത്തി, അതിൻ്റെ ഇമ്പാക്റ്റ് സ്വാഭാവികമായും ഇല്ലാതായി എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ശീർഷാസന കാഴ്ചയാണോ? രാമൻ എന്ന പൊളിറ്റിക്കൽ ബിംബം ഈ കൊള്ളയെ മുൻനിർത്തി ബി.ജെ.പിക്ക് തിരിച്ചടി നൽകാനുള്ള സാധ്യത എത്രമാത്രം? രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, രാമൻ ഒരു പൊളിറ്റിക്കൽ ബിംബമല്ല, രാമൻ ഒരു ആത്മീയ ദൈവീക ബിംബമാണ്. പക്ഷെ അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മാനം അതിനുണ്ട്. അതിനെ ദേശീയ തലത്തിൽ ഏറ്റവും നന്നായി പ്ലേസ് ചെയ്ത് മഹാത്മാഗാന്ധിയാണ്. അവിടെ ഒരു കാര്യം കൂടെ നോക്കണം. മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കാം. അതായത് മഹാത്മാഗാന്ധിയോട് രാമരാജ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മഹാത്മാഗാന്ധി ആദ്യം പറയുന്നത്, രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജ്യമെന്നോ ഹിന്ദു അധികാരമെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ്, അത് യേശു ക്രിസ്തുവിന്റെ പ്രയോഗമാണ്. കിങ്ഡം ഓഫ് ഗോഡ് എന്നോ ഡിവൈൻ രാജ്യം എന്നോ ഒക്കെയാണ്. മഹാത്മാഗാന്ധി കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യുമ്പോൾ അത് ഖലീഫയുടെ സ്വപ്ന രാജ്യവും യേശുവിന്റെ സ്വർഗ്ഗരാജ്യവുമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രാമരാജ്യം എന്ന് ഗാന്ധിജി ഉന്നയിക്കുന്നത് വളരെ ഇൻക്ലൂസീവായ പ്ലൂറലിസ്റ്റിക്കോ സെക്കുലറോ ഒക്കെ ആയ ഒരു സ്പേസ് ആണ്. അവിടെയാണ് ശ്രീരാമൻ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ശബരിമലയുടെ പേര് പോലും ശ്രീരാമനും ശബരിയുമായും ഒക്കെ ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആത്മീയ സാന്നിധ്യമുള്ള അലാമ ഇക്ബാൽ, സാരേ ജഹാൻ സെ അച്ഛാ എഴുതിയ അലാമ ഇക്ബാൽ, ഇമാമെ ഹിന്ദ്, ഇന്ത്യയുടെ ഇമാമാണ് ശ്രീരാമൻ എന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ വലിയൊരു കൾച്ചറൽ സ്പേസ് ആണ്. രണ്ട്, നമുക്കെല്ലാം അറിയുന്ന പോലെ അയോധ്യ, ഫൈസാബാദ് യഥാർത്ഥത്തിൽ ബി.ജെ.പി കഴിഞ്ഞ ഇലക്ഷനിൽ തോക്കുകയാണ് ചെയ്തത്. അത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. അവിടുത്തെ പ്രോപ്പർട്ടി ഒക്കെ എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ അരികുവൽക്കരിക്കപ്പെട്ടു, അപരവൽക്കരിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ. ഇന്നും ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ RSSനോട് പറയുന്ന ഏക കാര്യം, മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ അഭിലാഷന്റെ ചില ചർച്ചകൾ സൂചിപ്പിച്ച പോലെ വർദ്ധയിലെ ക്യാമ്പിൽ പോയിട്ടുണ്ട്, ഗുരുജി ഗോൾവൽക്കറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി അന്നും ഇന്നും ഒരുപക്ഷെ എന്നും RSSനോട് പറയുന്നത്, നമുക്ക് ഹിന്ദു ഐക്യം വേണം, RSSന്റെ ജാതീയതക്കെതിരെയുള്ള അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള നീക്കം ഒക്കെ നല്ലതാണ്, പക്ഷെ അതോടൊപ്പം മുസ്ലിം വിരോധം വേണ്ട. RSSന്റെ ഡിസിപ്ലിനെ ഒക്കെ മഹാത്മാഗാന്ധി ആദരിച്ചിരുന്നു. അതോടൊപ്പം ഈ കാലത്ത് ഈ കോർപ്പറേറ്റ് വൽക്കരണമെന്നോ അല്ലെങ്കിൽ അമിതമായ കൊമേഴ്ഷ്യലൈസേഷൻ പോലുള്ള ആംഗിളുകൾ അത് റെസിസ്റ്റ് ചെയ്യണം. സംഘത്തിലെ മുതിർന്ന ആൾക്കാരെല്ലാം അത് പലപ്പോഴും റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ വലിയൊരു പാതകമാണ് സംഭവിച്ചത്. അതിന്റെ കാര്യം എന്താ അറിയോ അഭിലാഷ്? നാഷണൽ മീഡിയയിലടക്കം ഈ മുക്ത് കരോ മന്ദിർ ഞങ്ങളൊക്കെ ക്യാമ്പയിൻ ചെയ്യുന്നതാണ്. അതായത് ക്ഷേത്രങ്ങളുടെ അധികാരം വിശ്വാസികൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ഞാനടക്കമുള്ളവർ ക്യാമ്പയിൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ചോദിക്കാൻ പോലുമുള്ള സ്പേസ് ഇല്ലാതായി. ഈ കിട്ടിയിട്ട് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഇല്ല. അത് വളരെ വളരെ മർമ്മപ്രധാനമായിട്ടൊരു കാര്യമല്ലേ രാഹുൽ ഈശ്വർ? ഇപ്പോ ശബരിമലയിൽ ഒരു മോഷണം നടന്നതായുള്ള സൂചന വന്നപ്പോൾ അവിടെ ഇന്റർഫിയർ ചെയ്യാൻ ഹൈക്കോടതിക്ക് പറ്റി. അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടൊരു ബെഞ്ച് അവിടെയുണ്ട്. അക്കൗണ്ടബിൾ ആകേണ്ട ഒരു ദേവസ്വം സംവിധാനം അവിടെയുണ്ട്. നമുക്ക് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം. ഒരു സ്വകാര്യ സംവിധാനമാണെങ്കിലോ ഒരു ട്രസ്റ്റ് ആണെങ്കിലോ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് നമ്മൾ അയോധ്യയിൽ നിന്ന്. അവിടെയാണ് ഒരു കാര്യം കൂടെ. ശ്രീ കുമ്മന രാജശേഖരൻ ചേട്ടൻ അടക്കമുള്ള ആൾക്കാർ ക്ഷേത്ര വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യുന്നത് ഈ ഓവർ പൊളിറ്റിസൈസേഷനെതിരാണ്. പക്ഷെ ഇപ്പോ ആ സ്പേസ് പോലും കുറഞ്ഞത് ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ വിഷയമാണ്. അവിടെയാണ് ഒരു കാര്യം, ഏത് അമ്പലമാണെങ്കിലും റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ, അമ്പലം, പള്ളി, ആശ്രമത്തിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വേണം. കാര്യം ഡിവോട്ടി മണി ഇൻവോൾവ് ആണ്. ആ ഡിനോമിനേഷനുള്ള ആൾക്കാർക്ക് അത് ചോദ്യം ചെയ്യാനും ഉത്തരം കിട്ടാനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെ ഘടന മാറ്റങ്ങൾ വേണം. നമുക്കൊരു ആന്റി സൂപ്പർസ്റ്റിഷൻ ലോ, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന്റെ ആൾക്കാരോട്, യുക്തിവാദികളോട് സംസാരിച്ചു. ശ്രീ സല്ലഡബർഗ് ഫിൻലാൻഡിലുള്ള അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചു. നമുക്ക് സ്ട്രക്ചറൽ ഇത്തരം ചേഞ്ചസ് ആണ് വേണ്ടത്. കാര്യം ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം. അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ആശ്രമമാണെങ്കിലും കാശ് ആരും എടുത്തോണ്ട് പോകരുത്, അത് മണി ലോണ്ടറിങ് ഉണ്ടാവരുത്, ദുർവ്യയം ചെയ്യപ്പെടരുത്. അങ്ങനെ ഘടനാപരമായ കാര്യങ്ങളിലേക്ക് നോക്കണം. എനിക്ക് വിശ്വാസമുണ്ട് മോദിജി അടക്കമുള്ള ആൾക്കാർ. കാര്യം ഈ വിഷയം രാഷ്ട്രീയത്തിന് അതീതമാണ്. മോദിജി അടക്കമുള്ള ആൾക്കാർ ഇതിൽ ഏതെങ്കിലും ഒരു ശക്തമായ നടപടി എടുക്കുകയും ആ നടപടി എടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഈ വിഷയം വളരെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് കണ്ണടച്ചിട്ടാക്കിയിട്ട് എന്ത് കാര്യം? ഈ ചെറിയ ഈ ഓട്ടോ ഓടിക്കുന്ന ടിനു യാദവ് ഇതിന്റെ മുഴുവൻ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അപ്പം ഘടനാപരമായി ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ പോയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ കാര്യം, ആ ലാൻഡ് ഡീലിന്റെ കാര്യം, 5 മിനിറ്റും 19 മിനിറ്റും ഗ്യാപ്പിലൊക്കെ 2 കോടിയുടെ വസ്തു 18.5 കോടി വരെ കൂടുകയാണ്. ഈ 18.5 കോടി പോകുന്ന ആരുടെ? ഭക്തരുടെ അവകാശത്തിൽ പോണേ. അതായത് 2 കോടിയുടെ വസ്തു 18.5 കോടി രൂപയ്ക്ക് മേടിക്കുമ്പോ 16 കോടി രൂപ ഒരു ഏക്കറിന് വെച്ച്, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കണക്കാണ് പോകുന്നത്. ആരുടെ? ഭക്തരുടെ, വിശ്വാസികളുടെ. പ്രോഫിറ്റ് ചെയ്യുന്ന ആരാ? ഈ ലാൻഡ് മാഫിയോ, ലാൻഡ് ഡീലിംഗ് ചെയ്യുന്ന മാഫിയോ ആണ്.
അപ്പോൾ ചില കാര്യങ്ങളിൽ ട്രാൻസ്പെറൻസിയും മറ്റും വേണം. അന്ന് ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. കാര്യം എതിരാളികൾ പറഞ്ഞു വരുത്തുന്നതാണെന്നുള്ളൊരു ചിന്തയൊക്കെ വന്നിരുന്നു. കാര്യം അത് അന്ന് ഒരു ജൂബിലൻ മൂഡായിരുന്നു. ഇന്ന് ഒരു സമഗ്ര അന്വേഷണം, ഒറ്റ കാര്യമേ ഉള്ളൂ, കോടതി മോണിറ്റേർഡ് ആയ ഒരു പ്രോബ് ഉണ്ടെങ്കിലേ ആൾക്കാർ വിശ്വസിക്കൂ. കാര്യം രാഷ്ട്രീയക്കാരല്ലല്ലോ ഈ നാട്ടിൽ, ഇന്നും കോടതിയും സൈന്യവുമാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കോർട്ട് മോണിറ്റേർഡ് പ്രോബ് എന്ന ആ നിലപാട് ആര് ഉയർത്തിയാലും KC വേണുഗോപാൽ അടക്കം ഉയർത്തിയിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. ശരി, എന്തായാലും അയോധ്യയിൽ ഭൂമി സ്വന്തമാക്കുക എന്നുള്ളത് ഒരു വിശ്വാസപരമായ നിലയിൽ ഇന്ത്യയിലെ വലിയ ശതകോടീശ്വരന്മാർ, പണക്കാർ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കണ്ടതുകൊണ്ട് അവര് മോഹവിലയ്ക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏത് തുക എന്ന് പോലും നോക്കാതെ അവിടെ ഭൂമി വാങ്ങി. ആ ഡീലിൽ എത്ര വലിയ തോതിലുള്ള മാറ്റം മറിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം വാങ്ങിയ ഭൂമി 2 കോടിക്കാണെങ്കിൽ പിന്നെ കൊടുത്തത് 18 കോടിക്കാണ്. എത്ര വലിയ ഡിഫറൻസ് വന്നു. അതിനിടയ്ക്ക് സംഭവിച്ചത് എന്താണ്? ഇത് 4-5 വർഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. അതെന്ത് എന്നുള്ളതിനെ കുറിച്ചുകൂടിയുള്ള വെളിച്ചം വീശലായി മാറുകയാണ് പുതിയ വിവാദങ്ങൾ.